നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $30 ബില്യൺ ഭീമൻ നിക്ഷേപം നടത്താൻ ഓസ്ട്രേലിയൻ ഡാറ്റാ സെന്റർ കമ്പനിയായ എയർട്രങ്ക് ഒരുങ്ങുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ വളർച്ച മുന്നിൽ കണ്ട 5 ജിഗാവാട്ട് ശേഷിയുള്ള പുതിയ ഡേറ്റാ സെന്റർ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി പ്രമുഖ ആഗോള നിക്ഷേപകരായ ബ്ലാക്ക് സ്റ്റോണിന്റെയും കനേഡിയൻ പെൻഷൻ പ്ലാന്റിന്റെയും പിന്തുണയോടെയാണ് ഇന്ത്യയിലേക്ക് വിപണി വ്യാപിപ്പിക്കാനൊരുങ്ങുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ എയർട്രങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് റോബിൻ ഖുദ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘകാല നിക്ഷേപ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുകയാണെന്ന് വ്യക്തമാക്കി. നിലവിൽ മുംബൈ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലായി 600 മെഗാവാട്ട് ശേഷിയുള്ള പ്രൊജക്ടുകൾ കമ്പനിയുടെ പൈപ്പ്ലൈനിലുണ്ടെങ്കിലും പുതിയ നിക്ഷേപത്തോടെ ഇതിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കും. സാങ്കേതികവിദ്യയുടെ വികസനത്തിൽ ആഗോളതലത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും അനുയോജ്യമായ വിപണിയായി ഇന്ത്യയെ കാണുന്നുവെന്നും റോബിൻ ഖുദ കൂട്ടിച്ചേർത്തു. ബീഫ് ഇറക്കുമതിക്ക് ചൈന ഏർപ്പെടുത്തിയ പുതിയ ക്വാട്ട പരിധി മറികടന്നാൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വരും ദിവസങ്ങളിൽ 55% വരെ അധിക നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി ബെയ്ജിംഗ്. പ്രാദേശിക കർഷകരെയും മാംസ ഉൽപാദകരെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈന ഈ വർഷം മുതൽ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങൾക്ക് പുതിയ ക്വാട്ടയും നികുതി വ്യവസ്ഥകളും ഏർപ്പെടുത്തിയത്. ഇതനുസരിച്ച് ഓസ്ട്രേലിയയുടെ വാർഷിക ഇറക്കുമതി ക്വാട്ട 2,50,000 ടണ്ണായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് 2025 ചൈനയിലേക്ക് ഓസ്ട്രേലിയ നടത്തിയ ആകെ ഇറക്കുമതിയേക്കാൾ 1/3 കുറവാണ്. നിർദ്ദിഷ്ട പരിധിയേക്കാൾ കൂടുതൽ മാംസം ഓസ്ട്രേലിയ കയറ്റി അയച്ചാൽ ഉടൻ തന്നെ ഈ 55% അധിക നികുതി പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ന്യൂ സൌത്ത് വെയിൽസിൽ ഗർഭനിരോധന ഗുളികകൾ വാങ്ങുന്നതിനായി സ്ത്രീകൾക്ക് ഇനി മുതൽ ജനറൽ പ്രാക്ടീഷണർമാരുടെ കുറിപ്പടി ആവശ്യമില്ല. 18-നും 39-നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞ സ്ത്രീകൾക്ക് പരിശീലനം ലഭിച്ച ഫാർമസിസ്റ്റുകളിൽ നിന്ന് നേരിട്ട് ഈ ഗുളികകൾ വാങ്ങാമെന്ന് പുതിയ ഉത്തരവിൽ പറയുന്നു. നിലവിൽ 30 ഫാർമസിസ്റ്റുകൾക്ക് മാത്രമാണ് ഇതിനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ളതെങ്കിലും ഈ വർഷം അവസാനത്തോടെ ഈ സംഖ്യ 250 ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഒക്ടോബറോടെ 2 ആഴ്ചത്തെ പ്രത്യേക പരിശീലന പരിപാടിയും ആരംഭിക്കും. എന്നാൽ പുതിയ പരിഷ്കാരം വലിയ രീതിയിലുള്ള താൽപര്യ വൈരുദ്ധ്യങ്ങൾക്ക് കാരണമായേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഫാർമസിസ്റ്റുകൾക്ക് അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകളിൽ നിന്ന് നേരിട്ട് സാമ്പത്തിക ലാഭം നേടാൻ ഈ നിയമം വഴിയൊരുക്കുമെന്നാണ് ഇതിനെതിരെയുള്ള പ്രധാന വിമർശനം. Australia, your moment of brilliance is finally here. At Malabar Gold and Diamonds, discover exquisite jewelry at the lowest making charges. Yes, you heard that right. The lowest making charges in Australia. Own responsibly sourced jewelry with complete transparency and 100% exchange value. Visit our showrooms in Sydney and Melbourne today. ലേബലിൽ അവകാശപ്പെട്ടത്രയും SPF സംരക്ഷണം നൽകാത്തതിനെ തുടർന്ന് വിവാദത്തിലായ ഭൂരിഭാഗം സൺസ്ക്രീനുകളെ കുറിച്ചുള്ള അന്വേഷണം 1 വർഷത്തോടടുത്തിട്ടും പൂർത്തിയായിട്ടില്ലെന്ന് ഓസ്ട്രേലിയൻ മെഡിസിൻസ് റെഗുലേറ്ററായ തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ സമ്മതിച്ചു. കൺസ്യൂമർ ഗ്രൂപ്പായ ചോയ്സ് നടത്തിയ പരിശോധനയിൽ നിലവാരമില്ലെന്ന് കണ്ടെത്തിയ 16 സൺസ്ക്രീനുകളിൽ 15 എണ്ണത്തിനെതിരെയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്ന് TJA ഈ ആഴ്ച നടന്ന സെനറ്റ് സമിതിക്ക് മുൻപാകെ വ്യക്തമാക്കി. സ്വതന്ത്ര സെനറ്റർ ഡേവിഡ് പോക്കിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അന്വേഷണ നടപടികൾ പൂർത്തിയാക്കാൻ വളരെയധികം സമയമെടുത്തു എന്നത് ശരിയാണെന്നും എന്നാൽ ഏറ്റവും അപകടകരമെന്ന് തോന്നിയ ഉൽപ്പന്നങ്ങൾക്കാണ് തങ്ങൾ മുൻഗണന നൽകിയതെന്നും TJA ഉദ്യോഗസ്ഥൻ അറിയിച്ചു. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലും ഈ സൺസ്ക്രീനുകൾ വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കാത്തതിനാൽ ഇവ ഇപ്പോഴും ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ ലഭ്യമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വനമേഖലയിൽ മനഃപൂർവ്വം തീയിട്ട 49-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമ ദക്ഷിണ മേഖലയിലെ വനത്തിലെ 12ഓളം പുൽച്ചെടികൾക്കാണ് ഇയാൾ തീയിട്ടത്. മെയ് 22 ഉച്ചയ്ക്ക് വനത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്ന നിരീക്ഷണ വിമാനത്തിലെ പൈലറ്റാണ് കാട്ടിൽ നിന്നും പുക ഉയർന്നത് ആദ്യം കണ്ടത്. തുടർന്ന് പൈലറ്റ് നടത്തിയ ആകാശ പരിശോധനയിൽ വനത്തിന് സമീപം ഒരു സംശയാസ്പദ വാഹനം കണ്ടെത്തുകയും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ വാസ്റ്റേ ഹൈവേയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സമയോചിതമായി സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ തന്നെ തീ പൂർണ്ണമായും അണച്ചതിനാൽ വലിയൊരു കാട്ടുതീ ദുരന്തമാണ് ഒഴിവായത്.
എവിടെ വേണമെങ്കിലും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരിനാണെങ്കിലും മണിപ്പൂരിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഓപ്ഷൻസ് കുറവാണ്. ആര് പറഞ്ഞു? ചേട്ടന്റെ മോൾക്ക് ഏത് തരത്തിലുള്ള ചെക്കനെ വേണ്ടത്? സ്വദേശം, വിദേശം, ഓസ്ട്രേലിയ, UK, കാനഡ, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇറ്റലി, ജർമ്മനി, മലേഷ്യ, മാൾട്ട, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ്. അങ്ങനെ അവരുടെ സേവനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവ്. എന്തൊക്കെയായാലും എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഫ്രീഡം റെസ്പെക്ട് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓഷ്യാനിയ മാട്രിമോണി ഉണ്ടോ? പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ തോമസ് കല്യാണത്തിന് വിളിക്കാം. ഓഷ്യാനിയ മാട്രിമോണി, കണക്ടിംഗ് ഹാർട്ട്സ്, ക്രിയേറ്റിംഗ് ഫോറെവർ. സിഡ്നിയുടെ ഉൾപ്രദേശത്തുണ്ടായ എണ്ണ ചോർച്ചയെ തുടർന്ന് 15ലധികം ജലപക്ഷികൾ ഡീസലിൽ മുങ്ങി. അലക്സാൻഡ്രിയ കനാലിൽ ഡീസൽ കലർന്നതായി പ്രദേശവാസി അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. ഇവിടെ 6 പെലിക്കനുകൾ ഉൾപ്പെടെയുള്ള പക്ഷികളാണ് എണ്ണയിൽ മുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സിഡ്നിയുടെ വിവിധ ഭാഗങ്ങളിൽ പക്ഷികൾ എണ്ണയിൽ പെട്ടതായി മൃഗസംരക്ഷണ പ്രവർത്തകർക്ക് നിരവധി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഹൺലി സ്ട്രീറ്റിന് സമീപമുള്ള അലക്സാൻഡ്രിയ കനാലാണ് ഇതിന്റെ പ്രധാന ഉറവിടമെന്ന് കണ്ടെത്തിയത്. എണ്ണ ചോർച്ചയുടെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതിനിടെ നിറം മാറിയതോ എണ്ണയിൽ പെട്ടതോ ആയ പക്ഷികളെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരമറിയിക്കാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനാലിലെ എണ്ണ പടരുന്നത് തടയാൻ പ്രത്യേക സംഘം നിലവിൽ രംഗത്തുണ്ട്. അതേസമയം എണ്ണയിൽപ്പെട്ട പെലിക്കൻ, കൊക്ക് തുടങ്ങിയ പക്ഷികൾ നാരാബീൻ, സെഡ്ലൈൻ പാർക്ക്, ഹൾസ്റ്റോൺ പാർക്ക്, വൊല്ലി ക്രീക്ക് തുടങ്ങിയ വിദൂര പ്രദേശങ്ങളിലേക്ക് വരെ പറന്നുപോയതായാണ് വന്യജീവി സംരക്ഷണ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയയിലെ പ്രമുഖ മീഡിയ കമ്പനിയായ OCTയും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡായ നിയറെസ്റ്റേറ്റ്.കോമും ചേർന്ന് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന റിയൽ എസ്റ്റേറ്റ് എക്സിബിഷന്റെ 3ാമത്തെ ഭാഗമായ മെൽറ്റ് ഈസ്റ്റ് എക്സിബിഷൻ ജൂൺ 27 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കും. വിക്ടോറിയയിലെ നുനാവാഡിയിലുള്ള പ്രശസ്തമായ ദി റൗണ്ട് കൺവെൻഷൻ സെന്ററിൽ ഈ വമ്പൻ പരിപാടിക്ക് വേദിയൊരുങ്ങും. 50ഓളം പ്രോപ്പർട്ടി എക്സ്പെർട്ടുകൾ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കും. പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഉപഭോക്താക്കളുടെ സംശയങ്ങളും ആശങ്കകളും വിവിധ എക്സ്പെർട്ടുകളുമായി സംസാരിച്ച് അഭിപ്രായങ്ങൾ തേടാവുന്നതാണ്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾ, ഡെവലപ്പർമാർ, മോർട്ടഗേജ് ബ്രോക്കർമാർ, ബിൽഡർമാർ എന്നിവർ ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരക്കുന്ന ഈ മേളയിൽ വിദഗ്ധരുമായി നേരിട്ട് സംവദിക്കാൻ അവസരമൊരുക്കും. കൂടാതെ പങ്കെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് ബാങ്കുകളുടെയും മറ്റ് പ്രോപ്പർട്ടി ഗ്രൂപ്പുകളുടെയും എക്സ്ക്ലൂസീവ് ഓഫറുകളും ഉണ്ടായിരിക്കും. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.